അതേ, ഇതെവിടെ പോയി? ഉണ്ണി, ഉണ്ണി, ഉണ്ണി. ഉണ്ണി, ഉണ്ണി. അയ്യോ, ഒന്നെണീക്കൂന്നേ. ദൈവങ്ങളെ, അച്ഛനെ ഭഗവതി. എന്താ അമ്മേ? തൊട്ടശുദ്ധാക്കാതെ പോവാൻ. അമ്മേ, അച്ഛാ, തൊട്ടശുദ്ധാക്കാതെ മാറി നിൽക്ക്. ശ്രീധരമാമേ, ശ്രീധരമാമേ. രാമനമ്പൂതിരിക്കും ഇങ്ങനൊരു യോഗം. മരിച്ചാലും വരുത്തി കൊത്തി ചുണർത്തിയെടുക്കുന്ന ഗരുഡക്കരുത്ത് വശമുള്ള വിഷവൈദ്യൻ കുടുംബത്തിലുണ്ടായിട്ടും കഷ്ടം. ഓദിക്കും വരുന്നുണ്ടല്ലോ. പ്രേതശുദ്ധി കഴിഞ്ഞുണ്ടാവൂ? ഉണ്ടാവും. നിലത്തിറക്കി ഉണ്ടാവൂലോ? ബന്ധുക്കളെല്ലാവരും എത്തിയില്ലല്ലേ? ചടങ്ങ് തുടങ്ങല്ലേ? അയ്യോ, വേണ്ട വേണ്ട. അയ്യോ, നാരായണ
കുറച്ചെന്തെങ്കിലും കഴിക്കമ്മേ. എത്ര ദിവസം ഇങ്ങനെ? എന്തെങ്കിലും ഒന്ന് പറയൂ അമ്മേ. നന്ദ കുമാര നന്ദ കുമാര വരികരികിൽ മോദ വരികരികിൽ മോദ വരികരികിൽ മോദ. റോമി, കളരിക്ക് പുറത്തു പോവുക. പൂജ നടക്കുന്ന ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം കുളക്കരയിലേക്ക് വിളക്ക് കാണിച്ചു പോയിരുന്നത് സാധാരണ ഉണ്ണിയായിരുന്നു. അന്ന് പോയില്ല. പോയിരുന്നുവെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നുവെന്ന് ഉണ്ണി വിശ്വസിച്ചു. അതിൻ്റെ കുറ്റബോധം ഉണ്ണിയെ വല്ലാതെ ഉലച്ചു. റോമിക്കറിയില്ല, തലമുറ തലമുറകളായി ശാപങ്ങൾ പിതൃസ്വത്തായി ഏറ്റുവാങ്ങിയ തറവാട എൻ്റെത്. മേലെപ്പുറത്തെ നാഗത്താന്മാരെക്കുറിച്ച് മുത്തശ്ശി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നു, അവരെയൊക്കെ ധിക്കരിച്ചു. എനിക്കും പങ്കുണ്ടതിൽ. ഇല്ല, ശാപം മേലെപ്പുറത്തെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാ. അവർ സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റ്, അവർ സ്നേഹിക്കുന്നത് തെറ്റ്, സ്നേഹിച്ച പെണ്ണിനെ തൊടുന്നത് ഏറ്റവും വലിയ തെറ്റ്, പാപം. ഉണ്ണി വെറുതെ ഓരോന്നാലോചിച്ച്. അല്ല റോമി, അല്ല. റോമിക്കറിയോ അപ്പൻ എങ്ങനെയായതെന്ന്? മുത്തശ്ശനെ നാഗത്താന്മാര് കൊണ്ടുപോയതിൽ പിന്നെയാ. സർപ്പക്കാവിൽ വെച്ച് വിഷം തീണ്ടി അപ്പൻ ഭാര്യയും കൊണ്ട് ഇവിടെ വന്ന് താമസമാക്കിയതിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് മുത്തശ്ശൻ കാവിൽ വിളക്ക് വെക്കാൻ പോയപ്പോ ഞാനൊന്നും ഓർത്തില്ല, എല്ലാം മറന്നു. അന്ധവിശ്വാസങ്ങളുടെ ലോകത്ത് നിന്നും നമുക്ക് പോകാം ഉണ്ണി. ഉണ്ണി, എൻ്റെ കൂടെ വരൂ ഫ്രാൻസിലേക്ക്. അവിടെ പ്രേമത്തിൻ്റെ ഒരു സാമ്രാജ്യം നമുക്ക് പണിയാം. അതിരു കൊള്ളില്ലാത്ത അതിഥികൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കാം. റോമി എന്തായി പറഞ്ഞു വരുന്നത്? അതെ ഉണ്ണി, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ നമുക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാം. എല്ലാം റോമി തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? അതെ ഉണ്ണി. പക്ഷേ എന്റെ അവസ്ഥ എന്താ റോമി മനസ്സിലാക്കാത്തത്? ഉണ്ണിയുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാനത്. ഞാൻ എങ്ങനെ വരും റോമി? എന്റെ അമ്മ വടക്കേ മുറിയിൽ സ്ഥിരബുദ്ധിയില്ലാതെ ചങ്ങലയിൽ കിടക്കുന്ന അപ്പൻ, ഇവരെയൊക്കെ വിട്ട് What should I do? You tell me. എനിക്കറിയായിരുന്നെങ്കിൽ എന്നേ പറഞ്ഞു തന്നേനെ ഞാനത്. ഇപ്പൊ ഒന്നേ പറയാൻ തോന്നുള്ളൂ. പ്ലീസ് ലീവ് മീ അലോൺ, പ്ലീസ്. ഉണ്ണി,
ഞാൻ വല്ലാത്ത അവസ്ഥയില്ല റോമി. കുറ്റബോധം, പാപബോധം എന്നെ എന്നെ വല്ലാതെ അലട്ടുന്നു. മനസ്സ് പിടിച്ചാൽ കിട്ടണില്ല. എങ്ങോട്ടൊക്കെ വഴുതി പോകുന്ന പോലെ. കളിക്ക് പോയിട്ടെന്നെ കുറച്ച് ദിവസമായി. എനിക്കാകെ പേടിയാവുക. ഉണ്ണി, ഞാൻ പോട്ടെ. പാമ്പങ്കാവിൽ വിളക്ക് വെക്കണം.